എൻ്റെ പേര് വസീം. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്ന് ഇടവണ്ണയിൽ നിന്നാണ്. ഞാനിപ്പോൾ നീറ്റിൻ്റെ കോച്ചിങ്ങാണ്, +2 കഴിഞ്ഞിട്ട്. എൻ്റെ താടി നോർമലിൽ നിന്നും നന്നായിട്ട് മുന്നോട്ടായിരുന്നു. താടിയല്ലേ മുന്നിട്ട് മേലത്തെ ജോ എന്ന് പറഞ്ഞാൽ അപ്പം ജോ നന്നായിട്ട് ഉള്ളിലോട്ടും പോയിരുന്നു. അപ്പം തന്നെ നമുക്ക് ഈ സംസാരിക്കുമ്പോൾ നമുക്ക് വേറെ ഒരാൾക്ക് എൻ്റെ സംസാരം ക്ലിയർ ആവില്ല. പിന്നെ അതുപോലെ തന്നെ കാണുമ്പോൾ എനിക്കില്ലെങ്കിലും പക്ഷെ വേറെ കാണുന്ന പുറത്തുള്ള ഒരാൾക്ക് അതിൻ്റെ ഒരു എന്താ ഇപ്പോൾ കാണുമ്പോൾ ഒരു നീറ്റ്നെസ് ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു ആദ്യം. സർജറിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത ഇല്ലായ്മ. അതായത് ജോ നന്നായിട്ട് മുന്നിലോട്ട് വന്നതുകൊണ്ട് സംസാരിക്കുമ്പോൾ നാവ് കറക്റ്റ് പൊസിഷനിൽ തട്ടുന്നില്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലുവൻസി അതിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ നല്ല സ്ട്രെയിനായിട്ട് ശ്വാസം ഉള്ളിലോട്ട് വലിക്കേണ്ട ആവശ്യം, അതൊക്കെ ഒരു മെയിൻ പ്രോബ്ലമായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു പത്രത്തിൻ്റെ ഒരു പരസ്യം കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ ബാറ്റിംഗ് സാറിൻ്റെ ന്യൂ ഫേസിൻ്റെ ആഡ് കണ്ടിട്ടാണ് അവരുടെ പത്തനംതിട്ടയിലോട്ടുള്ള അങ്ങോട്ട് വരുന്നത്. സർജറി പെയിൻഫുൾ ആണോ എന്ന് ചോദിച്ചാൽ ടോട്ടലി നോ, ഒരിക്കലും അല്ല. കാരണം ഞാനിപ്പോൾ ഒരു അറൗണ്ട് 3 സർജറി ഉള്ളത് മെയിനായിട്ട് വേറെ നടന്നിട്ടുണ്ട്, ഫേസിലായിക്കാണ്ടും അല്ലാതെ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ ജോ സർജറി എന്ന് പറയുന്നത് ഒരിക്കലും പെയിനില്ലാത്തതാണ്. പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടും പലർക്കും തോന്നുന്ന സ്വെല്ലിംഗ് ആയിരിക്കും. നീര് ചിലപ്പം നമ്മളെ ഫേസിൽ നല്ല വണ്ണം ഉണ്ടാവും. ഇവിടെ എനിക്ക് ഈ വലതുഭാഗത്ത് നല്ല വണ്ണം നീരുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ പെയിനിനെ എഫക്റ്റ് ചെയ്യുക ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. പെയിൻ ഒരിക്കലും ഈ ഒരു ജോ സർജറിയിൽ ഉണ്ടാവില്ല. സർജറി കഴിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ നമുക്കത് അനുഭവമുള്ള ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ അതുമില്ല. ഒരിക്കലും പെയിൻ എന്ന് പറയുന്ന സംഭവം ഇതിലില്ല. അതായത് ഇതുപോലെ ഒരാളുടെ കൂടി ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരാൾക്ക് സജസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് ഒരു സോഷ്യലായിട്ട് പലരും നമ്മൾ പുറത്ത് പോകുമ്പോൾ പബ്ലിക് ആകുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റായിട്ട് കാണുമ്പോൾ എന്തായാലും ആളുകൾ നോക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്തതിന് വേണ്ടി നമുക്കിത് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. പിന്നെ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ളൊരു ആവശ്യം കൂടിയാണ്. ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അവിടെ നേഴ്സായാലും സ്റ്റാഫായാലും ആരായാലും അഡ്മിനിസ്ട്രേഷനായാലും ഈ ഡോക്ടേഴ്സായാലും പക്ക ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പെരുമാറിയതും നമ്മളോട് സംസാരിക്കുന്നതും. അവർക്ക് അവർ ഒരു ഹയർ പൊസിഷനിലാണെന്നുള്ള ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ജാടയോ ഒന്നുമില്ല. പക്ക നമ്മളുടെ പ്രശ്നം നമുക്ക് അവരോട് പറയാം. എന്തുണ്ടെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും റൂമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും നമുക്ക് പറയാം. എന്തെങ്കിലും ഫെസിലിറ്റീസിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അതും അവരോട് പറയാം. എന്തുണ്ടെങ്കിലും അവരോട് പറയാം. ഞാൻ കംപ്ലീറ്റ്ലി ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു.